ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദിവ്യ തേജസ്സിൽ നാം ജീവിക്കുവാൻ എന്ത് ചെയ്യണം. ദിവ്യ തേജസ്സിൽ ജീവിക്കുവാൻ നാം എന്ത് ചെയ്യണം? മനുഷ്യൻ ദൈവവുമായുള്ള ഏകീകരണം സാധ്യമാകുന്നത് ഒരു വലിയ രഹസ്യമാണ് എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. ദൈവകൃപയാൽ മാത്രമാണ് ഈ അവസ്ഥയിൽ ആയിത്തീരുന്നത്. സ്വാഭാവികമായ ഇച്ഛകളും ആവശ്യങ്ങളും എല്ലാം തിരിച്ചുള്ള ഈ പൂർണ്ണതയുടെ അവസ്ഥയിലും മനുഷ്യൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. അവൻ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ബോധപൂർവമായ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഈ ദൈവീക ജ്ഞാനബോധം മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയുടെ അളവുകോലാകുന്നു. ആയതിനാൽ ഇതിൻ്റെ അഭാവത്തിൽ ആത്മാവിൻ്റെ ഉറക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവീക തേജസ്സിൽ കഴിയുന്നതിന് വേണ്ടിയിട്ട് ദൈവീക പ്രകാശം ഉള്ളവർ ആയിരിക്കണം. ദൈവം പ്രകാശമാണ്. സൂര്യനും നക്ഷത്രജാലങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകാശമാണ്. ദൈവം മാത്രമേ സൃഷ്ടിക്കപ്പെടാത്ത പ്രകാശം ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. ഈ പ്രകാശം മനുഷ്യ ഹൃദയത്തിൽ രാപ്പകൽ വ്യത്യാസം കൂടാതെ പ്രശോഭിക്കുകയും മനുഷ്യരെ പ്രകാശമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തെ പ്രകാശമാക്കി കാണുവാനും അനുഭവിക്കുവാനും പ്രകാശങ്ങളാകുവാനും സാധിക്കുവാനുള്ള പ്രഥമ പടി അനുതാപമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പാപത്തിലുള്ള ജീവിതം തുടരുന്നിടത്തോളം അന്ധകാരം നമ്മെ പ്രകാശം കാണുന്ന ബോധമില്ലാത്തവരാക്കുന്നു. പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നതോടെ ദൈവകൃപ നമ്മെ തൻ്റെ യഥാർത്ഥ ഉണ്മയാകുന്ന പ്രകാശം കാണിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിത്യ പ്രകാശമാകുന്ന ദൈവപുത്രൻ്റെ മുമ്പാകെ പ്രകാശിതരാകുമ്പോൾ മെഴുകുതിരികൾ പോലെ നമ്മളും കാണപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ വലിയ പ്രകാശത്തോട് ബന്ധപ്പെട്ട് പ്രകാശിക്കുമ്പോൾ നാമും അതിൽ ഭാഗഭാക്കായിത്തീരുന്നു. മരത്തിൽ മോശയ്ക്കും ദമസ്കോസിലേക്കുള്ള വഴിമധ്യേ പൗലോസിനും വെളിപ്പെട്ടത് ഈ പ്രകാശം തന്നെയായിരുന്നു. ഏലിയാവിനെ ഈ പ്രകാശം വഹിച്ചു കൊണ്ടുപോയി. ദൈവത്തിൻ്റെ സേവകബദ്ധരായ മാലാഖമാർ ഈ പ്രകാശത്തിൻ്റെ തേജസ്സിൽ ഭാഗവാക്കുകളാകുന്നു. താബോർ മലയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായതായ അനുഭവം ഇതിനെ സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ദൈവം സ്വയം വെളിപ്പെടുത്തുകയും അവരുമായി അനുതാപത്തിൽ കൂടി ഐക്യത്തിൽ എത്തുന്നവരുമായി സംസർഗം ചെയ്യുന്നതുമാണ് ഈ സൃഷ്ടിക്കപ്പെടാത്ത പ്രകാശം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താബോർ മലയുടെ അനുഭവം. യേശു ക്രിസ്തുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരം ഈ അർത്ഥത്തിൽ നിത്യപ്രകാശമായ തൻ്റെ സ്വയം വെളിപ്പെടുത്തൽ ആയിരുന്നു. അവൻ മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചപ്പോഴും ദൈവത്തിൻ്റെ നിത്യനായ പുത്രൻ എന്ന നിലയിൽ ഈ പ്രകാശം ലോകത്തിൽ പരത്തിയിരുന്നു. അവൻ്റെ യഥാർത്ഥ സ്ഥിതിയെ കാണുവാൻ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നു. അവർക്ക് അത് ബോധ്യമായി തീർന്നു. ആയതിനാൽ മാറ്റം സംഭവിച്ചത് യഥാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ ബോധ്യത്തിനായിരുന്നു എന്ന് പറയാം. കുറച്ചു സമയത്തേക്ക് സ്ഥലകാലബദ്ധമായ ചരിത്രത്തിന് അതീതമായ ഒരു അവസ്ഥയിലേക്ക് അവർ ഉയർത്തപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ ദൈവമെന്ന ഉണ്മയെ അനുഭവിച്ചറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. താബോർ മലയുടെ അനുഭവം ഓരോ അനുതാപത്തിലും നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രകാശം സംസർഗത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ രൂപാന്തരീകരണത്തിലല്ല, നമ്മുടെ മാനസാന്തരത്തിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമത്തേത് പ്രകാശത്തിൻ്റെ അനുഭവം ആണ്. പ്രകാശത്തിൻ്റെ അനുഭവം അവാച്യമായ ഒരനുഭവമാണ്. ദൈവതേജസ്സിലുള്ള ഈ സംസർഗമെന്ന് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്കുകൾ, സാദൃശ്യങ്ങൾ, നിറം, ചിത്രഭംഗി, നാമങ്ങൾ എന്നിവയ്ക്കെല്ലാം അതീതമായ ഒരു ദിവ്യ അനുഭവമായി അവർ അതിനെ കാണുന്നു. ഈ അനുഭവത്തിൽ ദൈവത്തെ നാം അറിയുന്നു. അവൻ നമ്മോട് സംസാരിക്കുകയും നമ്മെ കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് നമുക്ക് അനുഭവ
ഇല്ലാത്തതിനാൽ വിശദീകരിക്കാൻ സാധ്യമല്ലെന്ന് പിതാക്കന്മാർ പറയുന്നു. ഈ ദിവ്യ അജ്ഞതയാണ് മനുഷ്യൻ പ്രകാശാനുഭവത്തിൽ ആത്യന്തികമായി നേടിയെടുക്കുന്നത് എന്നും നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ മാമോദീസയിലൂടെ കൂടി ഓരോ ക്രിസ്ത്യാനിയും ഈ പ്രകാശ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്ന തേജസ്സിന്റെ ആരംഭമാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധ മാമോദീസ ഏൽക്കുന്ന ഓരോ വ്യക്തിയും യുഗാന്ത്യ തേജസ്കരണം അവനിൽ ആരംഭമിടുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ദിവസം ആകസ്മികമായിരിക്കുകയല്ല. അത് ആ ദിവസം വലിയ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കുകയില്ല. ഇന്നലെ വരെയുള്ള അനുഭവത്തിൻ്റെ നിലയ്ക്കാത്ത ഒരു തുടർച്ചയായേ തീരുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. ലോകത്തിൻ്റെ വെളിച്ചം ക്രിസ്തുവാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8:12 പറയുന്നുണ്ട്. ആയതിനാൽ അവന് അന്ധകാരത്തെ അഥവാ തിന്മയെ ഭയമില്ല. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പ്രകാശമായി വസിക്കുമ്പോൾ നാമും പകൽ സമയത്ത് നടക്കുന്നവരായി തിന്മയാകുന്ന അന്ധകാരത്തെ ഭയപ്പെടാതെ ജീവിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അടുത്തത് പ്രകാശവും ന്യായവിധിയും. അനുതാപത്തിൻ്റെ ആഗ്രഹം ഒരുവന്റെ മനസ്സിൽ അങ്കുരിക്കുന്നത് തന്നെ ഈ പ്രകാശത്തിൻ്റെ ചില കണങ്ങൾ ഉള്ളിൽ ആഞ്ഞ് തറയ്ക്കുമ്പോൾ മാത്രമാണ്. അനുദപിച്ച് പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു ന്യായവിധി നടക്കുന്നു. അതിൻ്റെ ഫലമായി അവനിൽ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരും പുതിയ ജീവിതം ആരംഭിക്കുന്നതിനുള്ള തീരുമാനവും നടക്കുന്നു. പ്രകാശത്തിൻ്റെ പ്രേരണാശക്തി മൂലം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നവനിൽ ഒരു ന്യായവിധി നടക്കുന്നതിനാൽ പുതിയ ജീവിതത്തിൽ പ്രകാശ വലയത്തിൽ അവൻ ആയിത്തീരുന്നു. ആയതിനാൽ അന്ത്യന്യായവിധി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുവാനുള്ള ഒരു ഭീകര സംഭവമായിരിക്കില്ല എന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവനായി അന്ത്യന്യായവിധിയോടെ ദൈവപ്രകാശത്തിൽ രൂപാന്തരപ്പെട്ട ദൈവവുമായുള്ള ഐക്യത്തിലെത്തുന്നു. ഓരോ വ്യക്തിക്കും അവനവന്റെ പ്രകാശ ദർശനത്തിന് അനുപാതികമായി തിളങ്ങും. പിതാവിൻ്റെ ഭവനത്തിലെ അനേക വാസസ്ഥലങ്ങൾ ഈ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രകാശം ഉൾക്കൊള്ളാത്തവർ ആത്യന്തികമായി രക്ഷയിലേക്ക് വരാതെ പ്രകാശമായിരിക്കണം എന്നുള്ളത് എന്നും മനുഷ്യചിന്തയ്ക്ക് അപ്രാപ്യമായ ഒരു രഹസ്യമാണ് എന്ന് നമുക്ക് അറിയാം. നാം ഇവിടെ കണ്ടത് ദിവ്യ തേജസ്സിൽ നാം ജീവിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ആ ദൈവീക പ്രകാശം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം നാം ജീവിക്കുവാൻ പഠിക്കണം. താബോർ മലയുടെ അനുഭവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രകാശത്തിൻ്റെ അനുഭവം നമ്മൾക്ക് മനസ്സിലാകണം. പ്രകാശവും ന്യായവിധിയും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരമായി ഇടവിടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും വിശുദ്ധ കൂദാശകളിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദിവ്യ തേജസ്സിൽ ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.